بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, നേതാക്കൾ, സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സമത്വ കേരള സുന്നി യുവജന സംഘം നടത്തുന്ന ആദർശ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ ആദർശ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമ്മേളനമായ ഗ്രൗണ്ടിലാണ്. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം അവിടെ നടത്തുകയും ലൈറ്റ് വരെ അവിടെയുടെ വ്യതിയാനം, ശക്തമായ മഴ ഇന്നലെ അനുഭവിച്ചിട്ടാണ് അവിടെ നിന്ന് സമ്മേളനം മാറ്റണം എന്ന് തീർച്ചപ്പെടുത്തിയതും ഈ ഓഡിറ്റോറിയം അതിനുവേണ്ടി ബുക്ക് ചെയ്തതും വാങ്ങിയതുമല്ല. അതിനാൽ തന്നെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് വലിയ വിഷമമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നാം തയ്യാറാക്കിയ ഗ്രൗണ്ടിൽ മഴ പെയ്തത് നിമിത്തം വെള്ളം നിന്നു, വലിയ ചളി അവിടെ കെട്ടി നിൽക്കുന്നത് കൊണ്ട് ഒരു നിലക്കും അങ്ങോട്ട് കടക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഈ മാറ്റത്തിന് ഞങ്ങൾ നിർബന്ധിതരായത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നല്ലതുപോലെ ക്ഷമിക്കുകയും നമ്മോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മീഡിയയുടെ ആളുകൾക്ക് ഈ സ്റ്റേജിലേക്ക്, ഇതിന്റെ വേദിയിലേക്ക് കടന്നു വരാനുള്ളത് കൊണ്ട് വഴിയിൽ നിന്ന് അല്പം മാറി എന്ന് അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തും. മീഡിയയുടെ പ്രവർത്തകർ ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല, അവര് പുറത്തുണ്ട്. അവരിങ്ങോട്ട് കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് എത്തും. മീഡിയ പ്രവർത്തകർക്ക് കടന്നു വരാൻ സൗകര്യം കൊടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സാദാത്തുക്കളും നമ്മുടെ ഉസ്താദുമാർ, നേതാക്കന്മാരൊക്കെ നമ്മുടെ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നെട്ടിപ്പറയുന്നില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കേരളക്കരയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ എത്തി എന്നതാണ് ചരിത്രം. അതിൽ ചരിത്ര പണ്ഡിതന്മാർ ഭിന്നത രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലത്ത് കേരളത്തിൽ ഇസ്ലാം എത്തി എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലിരുന്ന് ഇസ്ലാം പഠിച്ചവരും റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ നടന്നവരുമായ ആളുകളാണ് കേരളത്തിൽ ഇസ്ലാം എത്തിച്ചത്. അവരിൽ നിന്നാണ് കേരളീയരായ ജനത ഇസ്ലാം പഠിച്ചത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബാക്കൾ പഠിപ്പിച്ച ഇസ്ലാം ഹബീബായ നബി തങ്ങളിൽ നിന്ന് നേരിട്ട് കിട്ടിയതനുസരിച്ചുള്ളതായതുകൊണ്ട് യാതൊരു മാറ്റങ്ങൾക്കും വിധേയമാക്കപ്പെടാത്ത നിലക്ക് കേരളത്തിലുള്ള ജനത അത് പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ആത്മീയമായ നേതാക്കളും സ്വാലിഹീങ്ങളുടെയുമെല്ലാം പാത പിൻപറ്റിയാണ് ഇക്കാലത്ത് ജീവിച്ച മുസൽമാൻ കേരളക്കരയിൽ ജീവിച്ചത്. മുസ്ലിം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീത സാഹചര്യങ്ങളാണ് ഇന്നേ വരെ നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. ആത്മീയമോ ആദർശപരമോ ആയ ഒരു നാശത്തെയും ഭയപ്പെടാതെ യോഗ്യരായ നേതൃത്വത്തിന്റെ കീഴിൽ ജീവിച്ചു വന്നവരായിരുന്നു നമ്മുടെ പൂർവികരായ ആൾ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങളും നമ്മുടെ വേദിയിലേക്ക് വന്നി. നേതൃസ്ഥാനത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരും അതുപോലെ തന്നെ സാദാത്തുക്കളും മുസ്ലിങ്ങൾക്ക് ഗുണകരമായ വിജ്ഞാനവും ആത്മീയമായ പരിചരണവും നൽകി പോന്നതോടൊപ്പം അവരെ കൂടുതൽ ആത്മീയതയിലും ആദർശത്തിലും അടിയുറപ്പിച്ച് നിർത്തുന്നതിന് വളരെയധികം പരിശ്രമിക്കുകയുണ്ടായി. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ
ജീവനാഡിയായ വിജ്ഞാനം, ആ വിജ്ഞാനത്തിന്റെ യഥാർത്ഥ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരായിരുന്നു നേരത്തെ ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത സാദാത്തുക്കളും മറ്റുള്ളവരും. അതുപോലെ അത്തരം നാടുകളിൽ പോയി അവിടെയുള്ള മഹാന്മാരായ അയിമ്മത്തുകളിൽ നിന്ന് വിജ്ഞാനം സ്വീകരിച്ചവരാണ് നമ്മുടെ പൂർവികരായ നേതൃത്വം. കേരളത്തിലെ ആത്മീയ വൈജ്ഞാനിക രംഗത്ത് സമ്പന്നമാക്കിയവരാണ് പൊന്നാനിയിലെ മഖ്ദൂമുമാർ. നമുക്കറിയാം, പൊന്നാനി കേന്ദ്രമാക്കി ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മഖ്ദൂമുമാർ കുടുംബപരമായി യമനിൽ നിന്നെത്തിയവരാണ്. ആ മഖ്ദൂമുമാരുടെ പിൻകാല തലമുറയിലുള്ള മഖ്ദൂമുകൾ മക്ക, മദീന, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി ആ കാലഘട്ടങ്ങളിൽ അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മഹാന്മാരിൽ നിന്ന് ദീന് പഠിക്കുകയും ആത്മീയമായ വെളിച്ചം അവർ നുകരുകയും ആ വെളിച്ചം കേരള ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. പരമ്പരാഗതമായി മുസ്ലിംകൾ ആചരിച്ചും അനുഷ്ഠിച്ചും വന്നിരുന്ന ആദർശ അനുഷ്ഠാന ആചാര കർമ്മങ്ങളെ ചോദ്യം ചെയ്തവർക്കെതിരെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്തവർക്കെതിരെ വിശ്വാസം അപകടപ്പെടാതെ സംരക്ഷിക്കുകയും ആ ആളുകളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നതിൽ നമ്മുടെ പൂർവികരായ നേതൃത്വവും മഹാന്മാരായ മഖ്ദൂമുമാരും മമ്പുറം തങ്ങളും വെളിയങ്കോട് ഉമർഖാലി അടക്കമുള്ള നേതാക്കള് വലിയ ശ്രദ്ധ പതിപ്പിക്കുകയുണ്ടായിരുന്നു. പരിശുദ്ധ ദീനിന്റെ ശരിയായ വഴിയിൽ നിന്ന് മുസ്ലിം സമുദായത്തെ വഴിവേപ്പിക്കാൻ രംഗത്ത് വന്ന ഇസ്ലാം വിരുദ്ധ ശക്തികൾ എക്കാലത്തും സമുദായത്തിനകത്തു നിന്നും ആളുകളെ അടർത്തിയെടുത്ത് അവരുടെ പാവകളും പ്രചാരകരുമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഓറിയന്റലിസം, വഹാബിസം, ഇഖ്വാനിസം തുടങ്ങിയ ഇസങ്ങളെല്ലാം ഇത്തരക്കാര് പടച്ചുവിട്ടതാണെന്ന് നാം മനസ്സിലാക്കുക. മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത വാദഗതികളുമായിട്ടായിരുന്നു അവർ രംഗത്ത് വന്നിരുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിംകളെ മുഴുവനും കാഫിറാക്കുകയും മതഭ്രഷ്ടരാക്കി ചിത്രീകരിക്കുകയും അവർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോഴും ആ പാത അവർ പിൻപറ്റിയിട്ടുണ്ട്. എന്തിനധികം പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ വരെ കൊച്ചാക്കി കാണിക്കുന്നതിൽ അവർ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. കേവലം ഭൗതിക ആളുകൾ ആരാധിക്കുന്ന ദൈവത്തെ പോലെ മാറ്റാൻ അള്ളാഹുവിനെ അവർ കിടഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സമുദായത്തിന്റെ ഇടയിൽ ഇകഴ്ത്തി കാണിക്കുകയും ഒരു സാധാരണക്കാരനാണെന്ന് വരുത്തി തീർക്കുവാനും അവർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വർത്തമാനകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ആസാറുകളെ പരിഹസിക്കുന്നതും എതിർക്കുന്നതും. അത് പരിഹസിക്കുന്നതിന് വേണ്ടി മാത്രം ഇപ്പോൾ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വിദഗ്ധ കക്ഷികൾ. എങ്കിൽ അത്തരം നവീനവാദികളുമായി കൂട്ടുചേർന്ന് പ്രാസ്ഥാനിക വിരോധികളും അവരുടെ ഒത്താശക്കാരുമായ ആളുകൾ ഷൈർ മുബാറക്കിന്റെയും മറ്റും പേരിൽ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് പ്രസംഗങ്ങൾ ഇവിടെ നടക്കാനുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. വർത്തമാനകാല കേരളത്തില് ഇസ്ലാമിന്റെ തനതായ രൂപം ഉയർത്തിപ്പിടിച്ചു സമുദായത്തിന് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന, സമുദായത്തെ ആത്മീയതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, സമുദായത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്ന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ, ആ മഹത്തായ പണ്ഡിത സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ത്വവ്വലല്ലാഹു ഉംറഹു അൽ ആഫിയത്തി വസ്സിഹത്തി വസ്സലാമ, അതുപോലെ തന്നെ മഹത്തായ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ത്വവ്വലല്ലാഹു ഉംറഹു അൽ ആഫിയത്തി വസ്സിഹത്തി വസ്സലാമ, അങ്ങനെയുള്ള നേതൃത്വത്തിന്റെ കീഴിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ ഈ പണ്ഡിത സംഘടനയും
അതിന്റെ കീഴ്ഘടകങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘവും അതുപോലെ തന്നെ ജംഇയ്യത്തുൽ മുഅല്ലിമീനും കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡന്റ്സ് ഫെഡറേഷനും സുന്നി മാനേജ്മെന്റ് അസോസിയേഷനും സുന്നി വിദ്യാഭ്യാസ ബോർഡും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സംഘ കുടുംബത്തിലെ മുഴുവൻ ആളുകളും തോളോട് തോളൊരുമ്മി നിന്ന് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ദീനീ പ്രവർത്തനം ഇവിടെ നടത്തിയപ്പോൾ, സംഘടനാ പ്രവർത്തനം ഇവിടെ നടത്തിയപ്പോൾ ഹസദ് മൂത്ത്, അസൂയ മൂത്ത്, ബുദ്ധി മരവിച്ചുപോയ ഏതാനും കുബുദ്ധികള് ഇതിനൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി, ഈ പണ്ഡിതന്മാരുടെ നാക്കടക്കുന്നതിന് വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജനസമുദായത്തിന്റെ ഇടയിൽ അത് യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരത് കയ്യേറ്റങ്ങൾക്ക് മുതിർന്നിരിക്കുകയാണ്. പാവപ്പെട്ട സമുദായത്തിന് ഈ സംഘടനയോട് ബന്ധപ്പെട്ടുപോയി എന്ന ഒറ്റ കാരണത്താൽ ഓരോ പ്രദേശങ്ങളിലും സംഘടനയ്ക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന ഉമറാക്കളെയും അതുപോലെ ആ യൂണിറ്റ് ഘടകങ്ങളിൽ നേതൃനിരയിൽ നിന്നിരുന്ന ആളുകളെ അവരത് ആ വഴിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും പട്ടിയെ തല്ലിക്കൊല്ലും പോലെ വഴിയിൽ വെച്ച് റോട്ടിൽ വെച്ച് തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥ നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന് നിസ്കരിക്കാൻ വേണ്ടി നിർമ്മിച്ച പള്ളികൾ, അവരുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മദ്രസകളും ആ പള്ളികളും മദ്രസകളുമെല്ലാം തല്ലി തകർത്തുകൊണ്ട് കരിപ്പടവാക്കിക്കൊണ്ട് നമ്മോടുള്ള യുദ്ധത അല്ലെങ്കിൽ വിദ്വേഷം അടക്കാൻ വേണ്ടി ഇണഞ്ഞ് പരിശ്രമിച്ചിട്ടും അതൊന്നും യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം മദ്രസ പോലും ആ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ ദുആ ചെയ്തുകൊണ്ട് ഇവിടെ സംബന്ധിച്ച മീഡിയ പ്രവർത്തകർക്കും അതുപോലെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വേദിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യരായ സുലൈമാൻ ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, നേതാക്കൾ, സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സമസ്ത കേരള സുന്നി യുവജന സംഘം നടത്തുന്ന ആദർശ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ ആദർശ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമ്മേളനമായ ഗ്രൗണ്ടിലാണ്. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം അവിടെ നടത്തുകയും ലൈറ്റ് വരെ അവിടെയുടെ വ്യതിയാനം, ശക്തമായ മഴ ഇന്നലെ അനുഭവിച്ചിട്ടാണ് അവിടെ നിന്ന് സമ്മേളനം മാറ്റണം എന്ന് തീർച്ചപ്പെടുത്തിയതും ഈ ഓഡിറ്റോറിയം അതിനുവേണ്ടി ബുക്ക് ചെയ്തതും വാങ്ങിയതുമല്ല. അതിനാൽ തന്നെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് വലിയ വിഷമമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നാം തയ്യാറാക്കിയ ഗ്രൗണ്ടിൽ മഴ പെയ്തത് നിമിത്തം വെള്ളം നിന്നു, വലിയ ചളി അവിടെ കെട്ടി നിൽക്കുന്നത് കൊണ്ട് ഒരു നിലക്കും അങ്ങോട്ട് കടക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഈ മാറ്റത്തിന് ഞങ്ങൾ നിർബന്ധിതരായത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നല്ലതുപോലെ ക്ഷമിക്കുകയും നമ്മോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മീഡിയയുടെ ആളുകൾക്ക് ഈ സ്റ്റേജിലേക്ക്, ഇതിന്റെ വേദിയിലേക്ക് കടന്നു വരാനുള്ളത് കൊണ്ട് വഴിയിൽ നിന്ന് അല്പം മാറി എന്ന് അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തും. മീഡിയയുടെ പ്രവർത്തകർ ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല, അവര് പുറത്തുണ്ട്. അവരിങ്ങോട്ട് കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് എത്തും. മീഡിയ പ്രവർത്തകർക്ക് കടന്നു വരാൻ സൗകര്യം കൊടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സാദാത്തുക്കളും നമ്മുടെ ഉസ്താദുമാർ, നേതാക്കന്മാരൊക്കെ നമ്മുടെ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നീട്ടി പറയുന്നില്ല.
പരിശുദ്ധ ദീനുൽ ഇസ്ലാം കേരളക്കരയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ എത്തി എന്നതാണ് ചരിത്രം. അതിൽ ചരിത്ര പണ്ഡിതന്മാര് ഭിന്നത രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലത്ത് കേരളത്തിൽ ഇസ്ലാം എത്തി എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലിരുന്ന് ഇസ്ലാം പഠിച്ചവരും റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ നടന്നവരുമായ ആളുകളാണ് കേരളത്തിൽ ഇസ്ലാം എത്തിച്ചത്. അവരിൽ നിന്നാണ് കേരളീയരായ ജനത ഇസ്ലാം പഠിച്ചത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബാക്കൾ പഠിപ്പിച്ച ഇസ്ലാം ഹബീബായ നബി തങ്ങളിൽ നിന്ന് നേരിട്ട് കിട്ടിയതനുസരിച്ചുള്ളതായതുകൊണ്ട് യാതൊരു മാറ്റങ്ങൾക്കും വിധേയമാക്കപ്പെടാത്ത നിലക്ക് കേരളത്തിലുള്ള ജനത അത് പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ആത്മീയമായ നേതാക്കളും സ്വാലിഹീങ്ങളുടെയുമെല്ലാം പാത പിൻപറ്റിയാണ് ഇക്കാലത്ത് ജീവിച്ച മുസൽമാൻ കേരളക്കരയിൽ ജീവിച്ചത്. മുസ്ലിം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീത സാഹചര്യങ്ങളാണ് ഇന്നേ വരെ നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. ആത്മീയമോ ആദർശപരമോ ആയ ഒരു നാശത്തെയും ഭയപ്പെടാതെ യോഗ്യരായ നേതൃത്വത്തിന്റെ കീഴിൽ ജീവിച്ചു വന്നവരായിരുന്നു നമ്മുടെ പൂർവികരായ ആൾ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളും നമ്മുടെ വേദിയിലേക്ക് വന്നു. നേതൃസ്ഥാനത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരും അതുപോലെ തന്നെ സാദാത്തുക്കളും മുസ്ലിങ്ങൾക്ക് ഗുണകരമായ വിജ്ഞാനവും ആത്മീയമായ പരിചരണവും നൽകി പോന്നതോടൊപ്പം അവരെ കൂടുതൽ ആത്മീയതയിലും ആദർശത്തിലും അടിയുറപ്പിച്ച് നിർത്തുന്നതിന് വളരെയധികം പരിശ്രമിക്കുകയുണ്ടായി. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ജീവനാഡിയായ വിജ്ഞാനം, ആ വിജ്ഞാനത്തിന്റെ യഥാർത്ഥ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരായിരുന്നു നേരത്തെ ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത സാദാത്തുക്കളും മറ്റുള്ളവരും. അതുപോലെ അത്തരം നാടുകളിൽ പോയി അവിടെയുള്ള മഹാന്മാരായ അയിമ്മത്തുകളിൽ നിന്ന് വിജ്ഞാനം സ്വീകരിച്ചവരാണ് നമ്മുടെ പൂർവികരായ നേതൃത്വം. കേരളത്തിലെ ആത്മീയ വൈജ്ഞാനിക രംഗത്ത് സമ്പന്നമാക്കിയവരാണ് പൊന്നാനിയിലെ മഖ്ദൂമുമാർ. നമുക്കറിയാം, പൊന്നാനി കേന്ദ്രമാക്കി ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മഖ്ദൂമുമാർ കുടുംബപരമായി യമനിൽ നിന്നെത്തിയവരാണ്. ആ മഖ്ദൂമുമാരുടെ പിൻകാല തലമുറയിലുള്ള മഖ്ദൂമുകൾ മക്ക, മദീന, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി ആ കാലഘട്ടങ്ങളിൽ അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മഹാന്മാരിൽ നിന്ന് ദീന് പഠിക്കുകയും ആത്മീയമായ വെളിച്ചം അവർ നുകരുകയും ആ വെളിച്ചം കേരള ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. പരമ്പരാഗതമായി മുസ്ലിങ്ങൾ ആചരിച്ചും അനുഷ്ഠിച്ചും വന്നിരുന്ന ആദർശ അനുഷ്ഠാന ആചാര കർമ്മങ്ങളെ ചോദ്യം ചെയ്തവർക്കെതിരെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്തവർക്കെതിരെ വിശ്വാസം അപകടപ്പെടാതെ സംരക്ഷിക്കുകയും ആ ആളുകളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നതിൽ നമ്മുടെ പൂർവികരായ നേതൃത്വവും മഹാന്മാരായ മഖ്ദൂമുമാരും മമ്പുറം തങ്ങളും വെളിയങ്കോട് ഉമർഖാലി അടക്കമുള്ള നേതാക്കള് വലിയ ശ്രദ്ധ പതിപ്പിക്കുകയുണ്ടായിരുന്നു. പരിശുദ്ധ ദീനിന്റെ ശരിയായ വഴിയിൽ നിന്ന് മുസ്ലിം സമുദായത്തെ വഴിപിഴപ്പിക്കാൻ രംഗത്ത് വന്ന ഇസ്ലാം വിരുദ്ധ ശക്തികൾ എക്കാലത്തും സമുദായത്തിനകത്തു നിന്നും ആളുകളെ അടർത്തിയെടുത്ത് അവരുടെ പാവകളും പ്രചാരകരുമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഓറിയന്റലിസം, വഹാബിസം, ഇഖ്വാനിസം തുടങ്ങിയ ഇസങ്ങളെല്ലാം ഇത്തരക്കാര് പടച്ചുവിട്ടതാണെന്ന് നാം മനസ്സിലാക്കുക. മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത വാദഗതികളുമായിട്ടായിരുന്നു അവർ രംഗത്ത് വന്നിരുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ മുഴുവനും കാഫിറാക്കുകയും മതഭ്രഷ്ടരാക്കി ചിത്രീകരിക്കുകയും അവർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോഴും ആ പാത അവർ പിൻപറ്റിയിട്ടുണ്ട്. എന്തിനധികം
പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ വരെ കൊച്ചാക്കി കാണിക്കുന്നതിൽ അവർ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. കേവലം ഭൗതിക ആളുകൾ ആരാധിക്കുന്ന ദൈവത്തെ പോലെ മാറ്റാൻ അള്ളാഹുവിനെ അവർ കിടഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സമുദായത്തിന്റെ ഇടയിൽ ഇകഴ്ത്തി കാണിക്കുകയും ഒരു സാധാരണക്കാരനാണെന്ന് വരുത്തി തീർക്കുവാനും അവർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വർത്തമാനകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ആസാറുകളെ പരിഹസിക്കുന്നതും എതിർക്കുന്നതും. അത് പരിഹസിക്കുന്നതിന് വേണ്ടി മാത്രം ഇപ്പോൾ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വിദഗ്ധ കക്ഷികൾ. എങ്കിൽ അത്തരം നവീനവാദികളുമായി കൂട്ടുചേർന്ന് പ്രാസ്ഥാനിക വിരോധികളും അവരുടെ ഒത്താശക്കാരുമായ ആളുകൾ ഷൈർ മുബാറക്കിന്റെയും മറ്റും പേരിൽ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് പ്രസംഗങ്ങൾ ഇവിടെ നടക്കാനുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. വർത്തമാനകാല കേരളത്തിൽ ഇസ്ലാമിന്റെ തനതായ രൂപം ഉയർത്തിപ്പിടിച്ചു സമുദായത്തിന് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന, സമുദായത്തെ ആത്മീയതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, സമുദായത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്ന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ, ആ മഹത്തായ പണ്ഡിത സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ത്വവ്വലല്ലാഹു ഉംറഹു അൽ ആഫിയത്തി വസ്സിഹത്തി വസ്സലാമ, അതുപോലെ തന്നെ മഹത്തായ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ത്വവ്വലല്ലാഹു ഉംറഹു അൽ ആഫിയത്തി വസ്സിഹത്തി വസ്സലാമ, അങ്ങനെയുള്ള നേതൃത്വത്തിന്റെ കീഴിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ ഈ പണ്ഡിത സംഘടനയും അതിന്റെ കീഴ്ഘടകങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘവും, അതുപോലെ തന്നെ ജംഇയ്യത്തുൽ മുഅല്ലിമീനും കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡന്റ്സ് ഫെഡറേഷനും സുന്നി മാനേജ്മെന്റ് അസോസിയേഷനും സുന്നി വിദ്യാഭ്യാസ ബോർഡും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സംഘ കുടുംബത്തിലെ മുഴുവൻ ആളുകളും തോളോട് തോളൊരുമ്മി നിന്ന് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ദീനീ പ്രവർത്തനം ഇവിടെ നടത്തിയപ്പോൾ, സംഘടനാ പ്രവർത്തനം ഇവിടെ നടത്തിയപ്പോൾ ഹസദ് മൂത്ത്, അസൂയ മൂത്ത്, ബുദ്ധി മരവിച്ചുപോയ ഏതാനും കുബുദ്ധികള് ഇതിനൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി, ഈ പണ്ഡിതന്മാരുടെ നാക്കടക്കുന്നതിന് വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജനസമുദായത്തിന്റെ ഇടയിൽ അത് യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരത് കയ്യേറ്റങ്ങൾക്ക് മുതിർന്നിരിക്കുകയാണ്. പാവപ്പെട്ട സമുദായത്തിന് ഈ സംഘടനയോട് ബന്ധപ്പെട്ടുപോയി എന്ന ഒറ്റ കാരണത്താൽ ഓരോ പ്രദേശങ്ങളിലും സംഘടനയ്ക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന ഉമറാക്കളെയും അതുപോലെ ആ യൂണിറ്റ് ഘടകങ്ങളിൽ നേതൃനിരയിൽ നിന്നിരുന്ന ആളുകളെ അവരത് ആ വടിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും പട്ടിയെ തല്ലിക്കൊല്ലും പോലെ വഴിയിൽ വെച്ച് റോട്ടിൽ വെച്ച് തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥ നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന് നിസ്കരിക്കാൻ വേണ്ടി നിർമ്മിച്ച പള്ളികൾ, അവരുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മദ്രസകളും ആ പള്ളികളും മദ്രസകളുമെല്ലാം തല്ലി തകർത്തുകൊണ്ട് കരിപ്പടവാക്കിക്കൊണ്ട് നമ്മോടുള്ള യുദ്ധത അല്ലെങ്കിൽ വിദ്വേഷം അടക്കാൻ വേണ്ടി ഇണഞ്ഞ് പരിശ്രമിച്ചിട്ടും അതൊന്നും യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം മദ്രസ പോലും ആ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ ദുആ ചെയ്തുകൊണ്ട് ഇവിടെ സംബന്ധിച്ച മീഡിയ പ്രവർത്തകർക്കും അതുപോലെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വേദിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യരായ സുലൈമാൻ ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.